മോഹൻലാൽ ബോക്സ് ഓഫീസിന് തീവച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത്. ഓരോ ദിവസവും ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ കാണുമ്പോൾ ട്രാക്കർമാർ തന്നെ അതിശയപ്പെടുന്ന രീതിയിലേക്ക് നമ്പറുകൾ പോവുകയാണ്. കാരണം അവർ ഓരോന്നും റിവൈസ് ചെയ്യുമ്പോൾ പുതിയ പുതിയ കണക്കുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പലതും പറഞ്ഞു വെച്ചെങ്കിലും ഇപ്പോൾ പല റെക്കോർഡുകളും ഓരോന്നോരോന്നായി മറികടന്നുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ എന്ന നടൻ. ഇപ്പോഴിതാ 2 ദിവസം എത്തുമ്പോൾ ഇപ്പോൾ തന്നെ 2ാം ദിവസത്തിൽ 5.60 കോടിയോളം മറികടന്നിരിക്കുന്നു എന്ന് പറയുകയാണ് ട്രാക്കർമാർ. കൂടാതെ ഒരു സെനാരിയോ കൂടിയുണ്ട്, ടിക്കറ്റ് എങ്ങും ലഭിക്കുന്നില്ല എന്നത്. മൾട്ടിപ്ലക്സുകളിൽ നിന്നും നോക്കേണ്ട ആവശ്യമില്ല, ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഫാമിലീസ് ആണ് കൂടുതലും തുടരുമെന്ന ചിത്രം കാണാൻ എത്തുന്നത്. ഒരു ഫാമിലിയിൽ ഒരു 4 പേരുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരിടത്തും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ അവർക്ക് വരികയാണ്. അങ്ങനെ ഒരു ബുക്കിംഗ് നടക്കുന്നില്ല, അങ്ങനെ ഒരു സീറ്റ് ഇല്ല. ഇപ്പോഴത്തെ 31 ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ നിന്നും 300 കോടി വാരിക്കൂട്ടുന്ന മോഹൻലാലിനെയാണ് കാണാൻ കഴിയുന്നത്. 265 മറികടന്ന എമ്പുരാനും ഇപ്പോൾ തുടരും വെറും 2 ദിവസം കൊണ്ട് 35 കോടിക്ക് മുകളിൽ എത്തി നിൽക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വരുന്നത്. ഇങ്ങനെ പോയാൽ ഈ വീക്കെൻഡിൽ വെറും 3 ദിവസം കൊണ്ട് തുടരും 50 കോടി മറികടക്കും എന്നൊരു കാര്യത്തിലേക്ക് വരികയാണ്. 2ാം ദിവസം സിംഗിൾ ഡേയിൽ 20 കോടി എന്നതാണ് വേൾഡ് വൈഡിൽ കണക്കൂട്ടുന്ന സംഖ്യകൾ. 2 ദിവസം കൊണ്ട് 35 കോടി എന്നത് ട്രാക്കർമാർ ഇപ്പോൾ ഉറപ്പിക്കുകയാണ്, 35 കോടിക്ക് മുകളിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് വീക്കെൻഡ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടിൽ 50 കോടി തുടരുമെന്ന ചിത്രം ഉറപ്പിക്കുമെന്ന് അവർ കണക്കൂട്ടുന്നു. കേരളം മുഴുവനും ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നാളെയും എവിടെയും റെഗുലർ ഷോ ടിക്കറ്റ് കിട്ടാൻ ഇല്ല എന്നതാണ് ആ ഒരു സത്യാവസ്ഥ. മൾട്ടിപ്ലക്സുകളിൽ തിരിഞ്ഞു നോക്കേണ്ട എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ഇനിയും ഒരുപാട് പേർ ടിക്കറ്റ് ചോദിച്ച് നടക്കുന്നുണ്ട്. പണ്ട് പുലിമുരുകന് കണ്ട സിനാരിയോ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. അന്ന് പുലിമുരുകന് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ പലരും പറഞ്ഞെത്തിയ സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഓർക്കുന്നു. അതേ അവസ്ഥയാണ് ഇപ്പോൾ തുടരുമെന്ന ചിത്രമിറങ്ങി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോൾ ഉണ്ടാകുന്നത്. മലയാളി പ്രേക്ഷകരുടെ ആകാംക്ഷയുടെ പേരാണ് മോഹൻലാൽ എന്നതും ഇതിനോടൊപ്പം എടുത്തു വായിക്കാം. ഇതവിടെ നിൽക്കുമ്പോഴും ബോക്സ് ഓഫീസ് നമ്പറുകളുടെ വ്യത്യാസമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ടോപ്പ് 10ൽ തുടരുമെന്ന ചിത്രം ഓപ്പണിംഗ് ഡേയുടെ കളക്ഷനിൽ തന്നെ എത്തിയിട്ടുണ്ട്. 15.75 കോടിയാണ് തുടരും എന്ന ചിത്രം നേടിയിരിക്കുന്നത് ആദ്യ ദിനം തന്നെ വേൾഡ് വൈഡിൽ നിന്നും. 7ാം സ്ഥാനത്താണ് തുടരും എത്തി നിൽക്കുന്നത്. ഇതിനു മുമ്പ് എമ്പുരാനും മരക്കാരും കുറുപ്പും ഒടിയനും ടെർബോയും ആടുജീവിതവും ഒക്കെയാണ് ഉള്ളത്. എന്നാൽ ഇപ്പോഴത്തെ റിവൈസ് ചെയ്ത കണക്കുകൾ വരുമ്പോൾ ടെർബോയും ആടുജീവിതത്തെയും തുടരുമെന്ന ചിത്രം മറികടന്നു എന്ന് പറയപ്പെടുകയാണ്. ആ റിപ്പോർട്ടുകൾ ഇനി വരേണ്ടതുണ്ട്, ആ സംഖ്യയുടെ കണക്കുകൾ ഇനി വരേണ്ടതുണ്ട്. ഇത് നോക്കുമ്പോൾ ടോപ്പ് 10ൽ ഓപ്പണിംഗ് ഡേ കളക്ഷനിൽ മോഹൻലാൽ 5 തവണയാണ് എത്തിയിരിക്കുന്നത്. ഇതുപോലൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുകൂടി ഓർക്കണം. മോഹൻലാൽ ഓരോ ചിത്രങ്ങളുമായി ഇങ്ങനെ ഓരോ പടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള നടന്മാരുടെ ചിത്രങ്ങൾ താഴ്ത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ ചിത്രത്തിൽ പറയുന്നത് പോലെ ഒറ്റയാൻ കാട് കയറിയ പോലെ തന്നെയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിന്റെ അവസ്ഥ എന്നതും കാണേണ്ടതാണ്. ഒരു ഹൈപ്പില്ലാത്ത സിനിമയാണ് ഈ ഒരു കാറ്റഗറിയിൽ എത്തിയിരിക്കുന്നത് എന്നുകൂടി ട്രാക്കർമാർ പറഞ്ഞു വെക്കുന്നു. മോഹൻലാലിന് ബോക്സ് ഓഫീസിൽ പവർ കാണിക്കാൻ ഒരു എമ്പുരാൻ അല്ലെങ്കിൽ വൻ ഹൈപ്പ് സിനിമ വേണമെന്ന് ഇല്ല, ജസ്റ്റ് ഒരു പോസിറ്റീവ് മതി എന്നത് ഈ ചിത്രത്തിലൂടെ തെളിയിക്കുകയാണ്. ഈ ഒരു കാര്യം പല കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഒരോർമ്മ പുതുക്കൽ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടി ഓർമ്മിപ്പിക്കുന്ന ആരാധകർ തങ്ങൾ കണ്ട പ്രദേശത്തെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കുവെക്കുകയാണ്. ബാംഗ്ലൂരിലൊക്കെ നാട്ടിലെ തിയേറ്ററിൽ പടം കാണുന്ന വൈബാണ്. അതും നാട്ടിൽ കാണുന്നത് പോലെയല്ല. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിലെ എല്ലാ മലയാളികളും ഒരു മോഹൻലാൽ സിനിമ തിയേറ്ററിൽ ആഘോഷിക്കുമ്പോൾ കിട്ടുന്ന കിക്കുണ്ടല്ലോ, അതാണ് അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നു. കൂടാതെ ഇന്നേ ദിവസവും ബുക്ക് മൈ ഷോയിൽ 30Kക്ക് മുകളിലുള്ള ടിക്കറ്റ് സെയില് പെർ ഹവറിൽ കാണിക്കുന്നു എന്നതും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. അതാണ് പറഞ്ഞത് ടിക്കറ്റ് കിട്ടാനില്ല എന്ന സിനാരിയോ. അതിപ്പോൾ ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് കിട്ടിയാൽ സംഭവിക്കുന്ന കാര്യമാണ്. മോഹൻലാൽ ഒരു സംഭവം തന്നെയാണെന്ന് വീണ്ടും അടിവരയിട്ട് പറയുന്നു ഓരോ ട്രാക്കർമാരും മൂവി അനലിസ്റ്റുകളും. സീറോ പ്രൊമോഷൻസിലും ചെറിയ പ്രൊമോഷനിലും വലിയ പ്രൊമോഷനിലും എല്ലാം പല സിനിമകളും കോടികളും റെക്കോർഡുകളും നേടിയത് മോഹൻലാലിന്റെ ലിസ്റ്റിൽ ഉണ്ട് എന്നത് തന്നെ ഇത് പറയാൻ കാരണം. പ്രൊമോഷൻ ഉണ്ടോ ഇല്ലയോ എന്നത് ഒന്നും ഒരു പീക്ക് സ്റ്റാറിന്, വലിയ പ്രേക്ഷകർ ഉള്ള നടന് കോടികൾ നേടാനും റെക്കോർഡുകൾ ഇടാനും ഒരു വിഷയവുമല്ല എന്ന് തെളിയിക്കുകയാണ്. യാതൊരു പ്രൊമോഷനും ഇല്ലാതെ ദൃശ്യം അന്ന് വാരിയ കോടികൾ, ഇപ്പോൾ മോഹൻലാൽ ഉൾപ്പെടെ ആരും പ്രൊമോഷൻ പോലും ചെയ്യാതെ തുടരും നേടുന്ന കോടികൾ. അങ്ങനെ എത്രയോ മോഹൻലാൽ സിനിമകൾ പ്രൊമോഷൻ ഇല്ലാതെയും പ്രൊമോഷനോടെയും വന്നിട്ട് മോളിവുഡിൽ കോടികൾ വാരി റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നു. പ്രൊമോഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോടികളും റെക്കോർഡുകളും പിറകെ വരുന്നത് മോഹൻലാലിന്റെ അഭിനയത്തിന്റെയും സ്റ്റാർഡത്തിന്റെയും പ്രേക്ഷക പിന്തുണയ്ക്കും ഉള്ള തെളിവാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുക്കാം. യാതൊരു പ്രൊമോഷനും ഇല്ലാതെയും പ്രൊമോഷനോടെയും വന്ന സിനിമകൾ നോക്കാം. ദൃശ്യം, ഒപ്പം പുലിമുരുകൻ, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ഒടിയൻ, കായംകുളം കൊച്ചുണ്ണി, ലൂസിഫർ, മരക്കാർ, നേര്, ജയിലർ, എമ്പുരാൻ എല്ലാം നേടിയ കോടികൾ മോഹൻലാലിന്റെ സ്റ്റാർഡം ഒപ്പം പ്രേക്ഷക പിന്തുണയുടെയും തെളിവാണ്. ഇത് തന്നെയാണ് തുടരുമെന്ന ചിത്രത്തിൽ എത്തുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ മോഹൻലാലിനെ ആഘോഷിക്കുന്നതും. ഒരു പ്രൊമോഷനുമില്ലാതെ അവർക്ക് കിട്ടേണ്ട മോഹൻലാലിനെ ഡെലിവറി ചെയ്തപ്പോൾ അവർ ഏറ്റെടുത്തു. കൂടാതെ നമ്മൾ 50 കോടിയുടെ വീക്കെൻഡ് കളക്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് സിമ്പിളായി തുടരുമെന്ന ചിത്രം അടിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാരണം കേരള ബോക്സ് ഓഫീസിൽ നിന്നും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 2 ദിവസം കഴിയുമ്പോൾ തുടരുമെന്ന ചിത്രം നേടിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കോടിക്കണക്കാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 7 കോടി മറികടന്ന ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 2 കോടിക്ക് മുകളിലും
ഓവർസീസിൽ നിന്നും $1.75 മില്യൺ മുകളിലും. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 24 കോടി നേടിയിട്ടുണ്ട്. സെക്കൻഡ് ഡേയിലേക്ക് എത്തുമ്പോൾ ഡൊമസ്റ്റിക്കിൽ നിന്നും 15 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓവർസീസിൽ 25.5 കോടിയും എത്തി. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ഷൻ 41 കോടി മറികടന്നിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നേ ദിവസം കൂടി കഴിയുമ്പോൾ 50 കോടി എന്നുള്ളത് പുഷ്പം പോലെ മറികടക്കാൻ സാധിക്കുന്ന തുടരും എന്ന ചിത്രത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ പല മാസ്മരിക റെക്കോർഡ് മോഹൻലാൽ തന്റെ ചെറിയ തുടരും എന്ന സിനിമയിലൂടെ നേടുന്നു എന്ന കാര്യങ്ങൾ കൂടി പറയുകയാണ്. മരക്കാർ ഡേ 1-ൽ 20.40 കോടി നേടിയത് വലിയ ആഘോഷമാക്കിയിരുന്നു പ്രേക്ഷകർ. കാരണം ഇത്രയും വലിയൊരു കളക്ഷൻ ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. തൊട്ടു പിന്നാലെ എമ്പുരാനിലേക്ക് വരേണ്ടി വന്നു. ആദ്യ ദിനം 67 കോടിയാണ് നേടിയത്. ഇനിയൊരു ചിത്രത്തിന് ഇതൊക്കെ മറികടക്കാൻ കഴിയുമോ എന്ന സംശയത്തിൽ പ്രേക്ഷകർ നിൽക്കുമ്പോഴാണ് എമ്പുരാൻ തന്നെ രണ്ടാം ദിവസം 34.5 കോടി നേടുന്നത്. എമ്പുരാൻ തന്നെ മൂന്നാം ദിവസം എത്തിയപ്പോൾ 35 കോടി നേടി. എമ്പുരാൻ ഡേ 4-ൽ 39.1 കോടി നേടുകയുണ്ടായി. എമ്പുരാൻ ഡേ 5-ൽ 26.5 കോടി നേടി. ഇങ്ങനെ ഒരു വലിയ കണക്ക് തന്നെ ബ്രേക്ക് ചെയ്യാനുണ്ട് ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക് എമ്പുരാനിലൂടെ തന്നെ. അതൊരു മോഹൻലാൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തുടരുമെന്ന ചിത്രവുമായി മോഹൻലാൽ എത്തിയപ്പോൾ ഡേ 2-ൽ 23 കോടിക്ക് മുകളിലാണ് തുടരും നേടിയെടുത്തിരിക്കുന്നത്. ഇത് ഈ ലിസ്റ്റിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തേണ്ടി വരും. കൂടാതെ ഓരോ തിയേറ്ററിലും മാരത്തോൺ ഷോകളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതും ഈ ചിത്രത്തിലൂടെ അതൊക്കെയാണ് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഫാൻ ഷോ ഒക്കെ വെക്കുന്നത് പോലെ തുടരും എന്ന ചിത്രത്തിന് 4 മണിക്കുള്ള ഷോകളൊക്കെയാണ് ഓരോ തിയേറ്ററും ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചില കാര്യങ്ങൾ കൂടി നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. എന്തായാലും 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ 40 കോടി മറികടക്കുന്ന തുടരുമെന്ന ചിത്രത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ 50 കോടി എന്നത് വെറും പുഷ്പം പോലെ തുടരുമെന്ന സിനിമ മറികടക്കും എന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു.